ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. ഞാനൊരു രാവിലെ 7 o'clock ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. രാവിലെ എണീറ്റൊരു ഫ്രഷ് എയർ കിട്ടണം, മോർണിംഗ് സൺലൈറ്റൊക്കെ കൊള്ളണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസം ഫുള്ളൊരു എനർജറ്റിക് ഫീലിംഗ് ആണ് എനിക്കുള്ളത്. സോ ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഒരു ചെറിയ വർക്കൗട്ട്സ് എന്തെങ്കിലും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു അറൗണ്ട് 9 o'clock ആയപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനിരുന്നു. ഇന്ന് ഞാൻ എക്കണോമിക്സാണ് സ്റ്റാർട്ട് ചെയ്തത്. എക്കണോമിക്സ് എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. കാരണം ഞാൻ എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എക്കണോമിക്സ് ആയിരുന്നു. സോ ഇതെനിക്ക് കൂടുതൽ ഇതിൽ കണ്ടൻസ്ഡ് ടോപ്പിക്സ് ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് റീഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ LDCക്ക് വന്നപ്പോൾ, LDC ആണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ LDCക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രമാണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ റാങ്ക് ഫയലാണല്ലോ റെഫർ ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് മലയാളം ഇങ്ങനെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പം ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മലയാളത്തിലോട്ട് വരുമ്പോൾ ചോദന നിയമം. ബട്ട് ഇപ്പോൾ PSC കൂടുതലും ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് മലയാളത്തിലൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ഏരിയാസിൽ നമുക്ക് മാർക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എക്കണോമിക്സ് എന്നൊക്കെ ഒരു മാർക്ക് പോലും പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റാങ്ക് ഫയൽ നന്നായിട്ട് വായിക്കുകയാണ്. കാരണം മലയാളത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊന്ന് മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് റീഡ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ നല്ല ബോറിങ് ഫീലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡും സ്ലീപ്പിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് അമ്മ സ്നാക്സ് കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്ലീപ്പി ഫീലിംഗ് തോന്നുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഒന്നി വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്നാക്സ് എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഒരു ടയേർഡ്നെസ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ കണ്ടിന്യൂ ചെയ്തത്. പിന്നെയും ഞാൻ എക്കണോമിക്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. സ്ലീപ്പി ഫീലിംഗ് ആണ്, പഠിച്ച ആ സബ്ജക്റ്റ് ആണല്ലോ എന്ന് നമുക്കറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരുപാട് ടോപ്പേഴ്സ് ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ട്രോങ് ഏരിയ ആണ്, പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് അവർ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ സബ്ജക്റ്റ് തന്നെ പിന്നെ ഒരു മാർക്ക് പോകാമെന്ന് പറയുന്നത്, ഓ മൈ ഗോഡ്, ഐ ക്യാൻറ്റ് ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നന്നായിട്ട് റീഡ് ചെയ്ത് വിടുകയാണ്. റാങ്ക് ഫയലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് റീഡ് ചെയ്ത് വിടുകയാണ്. ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നൊന്നുമില്ല. റീഡ് ചെയ്ത് വിട്ട ശേഷം ഞാൻ വീക്ക്ലി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ എക്കണോമിക്സ് പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്നത് ഞാൻ ഉറക്കി വായിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. ഉറക്കി വായിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ 3 സോഴ്സസിലൂടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബ്രെയിനിന്. ഒന്ന് നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ, പിന്നെ കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാതിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടിട്ടാണല്ലോ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ കണ്ണിലൂടെ. അങ്ങനെ 3 സോഴ്സസിലൂടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അത് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. സോ ഇതൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്, ഇതൊരു പ്രൂൺ ആയിട്ടുള്ള ഫാക്റ്റും കൂടെയാണ്. സോ അങ്ങനെ ഞാൻ ഉറക്കി വായിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 20 അല്ലെങ്കിൽ 25 minutes മാത്രമാണ്. ഞാനിപ്പോൾ 10 മണിക്ക് ഞാൻ പഠിക്കാനിരിക്കുകയെന്നുണ്ടെങ്കിൽ 10:20 അല്ലെങ്കിൽ 10:25 വരെ ഞാൻ മാക്സിമം ഇരുന്ന് പഠിക്കത്തുള്ളൂ. ആ ടോപ്പിക്ക് തീർന്നാലും, ഞാൻ പഠിക്കുന്ന ടോപ്പിക്ക് തീർന്നാലും ഇല്ലെങ്കിലും ഒരു 10:25 വരെ ഞാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5 minute ഞാൻ ബ്രേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ്, വീണ്ടും പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് വരും, ഒരു ടയേർഡ്നെസ് ഫീൽ ആവത്തില്ല. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.